ഒരു ഹാർട്ട് സർജൻ ട്രീറ്റ് ചെയ്യുന്ന 99% ഓഫ് പേഷ്യൻസ് ഹാവ് ബ്ലോക്സ് ഇൻ ദി ആർട്ടറീസ് അല്ലെങ്കിൽ ഹൃദയ ധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾക്ക് വേണ്ടിയാണ് ഒരു ഹാർട്ട് സർജൻ്റെ മാക്സിമം നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്നത്. നൗ 1960s തൊട്ട് നമ്മൾ ഒരു ഓപ്പൺ സർജിക്കൽ അപ്രോച്ച് വഴി ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറികൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്നൊക്കെ ആ ഡിസീസ് അല്ലെങ്കിൽ ബ്ലോക്കുകൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കുക, പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു അപ്രോച്ചായിരുന്നു. അപ്പോൾ പേഷ്യൻറ്റിനുണ്ടാവുന്ന ആ മുറിവിൻ്റെ വലുപ്പം, ആ വേദന, ആ നമ്പർ ഓഫ് ഡേയ്സ് ഹീസ് ഇൻ ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ വീട്ടിൽ റെസ്റ്റിൽ പോകേണ്ട ദിവസങ്ങൾ, വർക്കിൽ നിന്ന് കുറേ നാൾ മാറി നിൽക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഷ്യൻ്റ് അപ്രോച്ച് നമ്മൾ ആ സമയത്ത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദെൻ എ പേഷ്യൻ്റ് സെൻട്രിക് അപ്രോച്ച് കെയിം വേർ ഈ പേഷ്യൻ്റെ മനസ്സിൻ്റെയും ഫിസിക്കൽ ട്രോമയുടെ ആസ്പെക്ട്സ് എല്ലാം കുറയണം, ഈ അസുഖം എന്നാൽ ചികിത്സിക്കുകയും വേണം. ഹൗ ക്യാൻ ദാറ്റ് ഹാപ്പൻ? അന്നേരമാണ് വലിയ ഇഞ്ചുറി ഇല്ലാതെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ കഴിയുകയും ചെറിയ മുറിവിലൂടെ അത് നേടിയെടുക്കാൻ സാധ്യമാകോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ 2000-ൽ ഇപ്പോൾ ഒരു 2 ഡെക്കേഡ്സോളമായി 2000-ലാണ് ആദ്യമേ ഇതിൻ്റെ റിസർച്ചും ടെക്നിക്കൽ എക്സ്പെർട്ടീസും ഇൻസ്ട്രുമെൻറ്റേഷനും ഒക്കെ തുടങ്ങിയത്. US-ലാണ് ഇത് ആരംഭിക്കുന്നത്. ക്ലീവ്ലൻഡ് ക്ലിനിക് എന്ന ഒരു സെൻറ്റർ ഇൻ ദി US വിച്ച് ഈസ് എ ലീഡർ ഇൻ ഹാർട്ട് ഹെൽത്ത് കെയർ ഫോർ ദ ലാസ്റ്റ് 30+ years, അവിടെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഭാഗ്യവശാൽ അന്ന് ഞാനവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ ഓൾസോ ഗെറ്റ് എ ചാൻസ് ടു ഗെറ്റ് എക്സ്പോസ് ടു ദ ഏർലി പാർട്സ് ഓഫ് ദിസ് ടെക്നോളജി. നൗ ഇൻ ദ ലാസ്റ്റ് 10 years ഇതിന് വേൾഡ് വൈഡ് അഡോപ്ഷൻ ഇൻക്ലൂഡിങ് ഇന്ത്യ ഹാസ് ഹാപ്പൻഡ്. സോ അതിൻ്റെ മേജർ ബെനിഫിറ്റ് നമ്മൾ സെൻറ്ററിൽ കൂടെ ഒരു വലിയ മുറിവുണ്ടാക്കുന്നതിന് പകരം ഈ ലെഫ്റ്റ് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഒരു 4-5 സെൻറ്റിമീറ്റർ മുറിവ് മതി. നമ്മൾ ഇവിടെ ബോണൊക്കെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ 2 റിബ്സിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഹാർട്ടിൻ്റെ അടുത്തെത്താം. നൗ ഹാർട്ടിൻ്റെ ധമനികൾ ഹാർട്ടിൻ്റെ പുറത്ത് തന്നെയായിരിക്കുന്നത്, അതുകൊണ്ട് ഹാർട്ടിനകത്ത് പോകേണ്ട ആവശ്യമില്ല. പുറമേ ഉള്ള ധമനികൾക്ക് നമുക്ക് ബൈപ്പാസ് സുഗമമായിട്ട് തീർക്കാം. എപ്പോഴും വരുന്ന ചോദ്യം, കുറച്ച് ബ്ലോക്കുകൾക്കുള്ളവർക്കേ പറ്റുള്ളൂ അതോ ഒരുപാട് ബ്ലോക്കുകളുള്ളവർക്കും പറ്റുമോ? ഈ സർജറി ഓവർ ദി period of time has evolved to treat multiple blocks. തുടക്കകാലം എപ്പോഴും careful, so we were handling only few blocks. Now it has matured to a procedure to handle any number of blocks. And the marvelous, നമുക്ക് ICU സ്റ്റേ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് 5ാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്. ഒരു 2 weeks റിക്കവറി കഴിഞ്ഞാൽ ബൈ അറൗണ്ട് 15th day those who are doing desk jobs, ഇരുന്നുള്ള ജോലി, മോഡറേറ്റ് എക്സേർഷൻ ജോലികൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് എക്സേർഷൻ ആവശ്യമുള്ള ജോലിയിലുള്ളവർക്ക് ഒരു 3rd, 4th week they are back. അപ്പോൾ ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ചേഞ്ച്. അതൊരു പേഷ്യൻ്റ് സെൻട്രിക് അപ്രോച്ച്. സോ ദ വറി അബൌട്ട് ബീങ് ഔട്ട് ഓഫ് വർക്ക്, ഓഫ് ബീങ് ഡിപ്പെൻഡൻ്റ് ഓൺ അതേഴ്സ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫ് സ്റ്റൈലിൽ ഡിപ്പെൻഡിങ് അതേഴ്സ് ബിക്കം എ ഡിഫിക്കൽട്ടി. സോ എനിക്ക് റിക്കവറിക്ക് വലിയ ഹെൽപ്പ് ആവശ്യമില്ല, ഐ കുഡ് ജസ്റ്റ് റീഹാബ് മൈ സെൽഫ് ഓൺ മൈ ഓൺ. അതെല്ലാം ഇതിനെ കൂടുതൽ പോപ്പുലർ ആക്കുന്നു among patients. Now അതിൻ്റെ ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റോബോട്ടിക് ഹാർട്ട് സർജറി. റോബോട്ടിക് ഹാർട്ട് സർജറി ലാസ്റ്റ് 10 yearsൽ സിഗ്നിഫിക്കൻ്റ്ലി അമേരിക്കയിൽ ഗ്രോ ചെയ്യുകയും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലാസ്റ്റ് 2-3 years ആയിട്ട് ഇറ്റ് ഈസ് സ്ലോലി പിക്കിംഗ് അപ്പ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മുറിവും ഇല്ലാതെ 4-5 ചെറിയ പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്ററിൻ്റെ താഴെ വരുന്ന 3 ഹോളുകൾ ഉപയോഗിച്ച് ഹാർട്ടിൻ്റെ എല്ലാ ബൈപ്പാസസും ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് സർജറി നടന്നാൽ മറ്റേനാൾ ഡിസ്ചാർജ് ആവുക. ദാറ്റ് ഈസ് ദ ടാർഗറ്റ്. അതായത് യു ട്രീറ്റ് ഓൾ ദി ഡിസീസസ് എഫക്റ്റിംഗ് ദി ഹാർട്ട്, എസ്പെഷ്യലി ഹാർട്ട് ധമനികൾ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, ആൻഡ് റിക്കവറി ഈസ് സോ ഷോർട്ടൻഡ്. അതായത് ഒരു ദിവസം ICU സ്റ്റേ, ഒരു ദിവസം വാർഡ്, ആൻഡ് ദ 3rd day you can go home and start jogging or working in the next week. അപ്പോൾ അത് ഞാൻ വെറുതെ പറയല്ലേ, ഇറ്റ്സ് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ്. Large number of patients have experienced it worldwide. I'm sure it is already in India. There are some few centers who are doing it. Very soon in Kerala also will be a reality. So as a unit, we have matured to do small incision surgeries
we are embarking on this incision-less approach to treat heart blocks. And of course, ഈ ഹാർട്ട് ബ്ലോക്സ് കൂടാതെ വരുന്നത് ഹാർട്ട് വാൽവ് ഡിസീസ്, പിന്നെ ഹാർട്ടിനകത്തുള്ള ഹോള്, അങ്ങനെ ചെറിയ ചെറിയ കുറേ മറ്റ് അസുഖങ്ങൾ. ബട്ട് ദേ ഫോം 1-2% of what a cardiac surgeon would do. 98% of the work will be for blocks on the heart. As a whole, cardiac doctors treat in the majority of the diseases that. So I think I will start with Usain Bolt. Usain Bolt 100 മീറ്റർ ഓടാൻ 10 സെക്കൻഡ്സിൻ്റെ താഴെ സമയം മതി. ദാറ്റ് മീൻസ് ആ ഹാർട്ടിന് നമുക്ക് എല്ലാവർക്കും ഉള്ള ഹൃദയത്തിന് അത്രയും കപ്പാസിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഫിനിഷ് ഇൻ 10 seconds or say 15 seconds. But we don't train the heart to that point. അപ്പോൾ ഇൻഡയറക്ട്ലി അത്രയും റിസർവ് ഉള്ളൊരു ഓർഗൻ പതുക്കെ over the years, because of a little lack of care, he doesn't need too much care. He's asking for very little time from you, probably half an hour a day, and watch a little bit of my physical activity. I'll watch a little bit of my weight. I'll sleep well. I don't want to smoke too much or have alcohol. And I will try to live a stress-free life. You know, it is asking a small bag of things from you. So that will actually keep it healthy for long. ഈ ബ്ലോക്കുകൾ വരുമ്പോൾ even you can't do a small thing like walking on a level ground for 10 minutes. That's the last symptom. So the heart becomes symptomatic when the reserve is completely exhausted. അതായത് അത്രയും വലിയ റിസർവ് ഉള്ള ഒരു അവയവം വളരെ അഡ്വാൻസ് സ്റ്റേജിലുള്ള ബ്ലോക്സ് വരുമ്പോഴാണ് നമുക്ക് സിംറ്റംസ് തന്നെ അറിയുക. സോ there is a long term time when the reserve actually drops to a point where you actually need treatment. അപ്പോൾ നമ്മൾ ആ ഫേസിലാണ് ഈ പ്രിവെൻഷൻ അല്ലെങ്കിൽ ബീയിങ് വിജിലൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അതിന് അരമണിക്കൂർ ഡെയിലി കൊടുക്കുന്നു. സോ ഐ ക്യാൻ കീപ് ദ റിസർവ് അപ്പ് ദർ. ഇനി അഥവാ ഈ പ്രോബ്ലം നടന്നു, ഐ നീഡ് എ ബൈപ്പാസ്, ഐ ക്യാൻ സ്റ്റിൽ ഗോ ബാക്ക് ദർ. നാട്ടിലെപ്പോഴും പല പേഷ്യൻസ് ചോദിക്കുന്ന ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ ഷുഡ് ഐ ജസ്റ്റ് സ്റ്റോപ്പ് എവറിത്തിങ്, ഷുഡ് ഐ റെസ്റ്റ്, ഞാൻ ഇനി എങ്ങും പോകില്ല, ഐ വിൽ റെസ്ട്രിക്ട് മൈ ലൈഫ് സ്റ്റൈൽ. മൈ അഡ്വൈസ് ടു ദെം ഇസ് ഈ സർജറിക്ക് മുന്നേ വരുമ്പോൾ ജീവിച്ചിരുന്ന ലൈഫ് സ്റ്റൈൽ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണം. സം പീപ്പിൾ സേ ഞാൻ അഗ്രസീവായിട്ട് ഫാമിംഗ് പണിയെല്ലാം ചെയ്തിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ഇതിൽ ഒരു 80+ year old ഒരു ഹെഡ് മാസ്റ്ററാണ്. സർ റൺസ് എ വെരി ബിഗ് ആനിമൽ ഹസ്ബൻഡറി പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഒരു 30 ആടുകളും 20+ പശുക്കളും ഉണ്ട്. ആൻഡ് എവറി ടൈം ഹി കംസ് ഹി സേസ് ഞാൻ രാവിലെ 2:30-3 മണിക്ക് എഴുന്നേറ്റ് ഇതിനെല്ലാം ഹി ഓൺലി ഡസ് മിൽക്കിംഗ്, ഇതെല്ലാം കളക്ട് ചെയ്ത് ഹി സെൽസ് ടു ദി വില്ലേജ് പീപ്പിൾ ആൻഡ് ദെൻ ഹി sleeps around 2 or 3 hours in the afternoon. What I'm saying is 82-83 ആയുള്ള ഒരു patient, we could do a small incision surgery for him. His recovery was very fast, but he went back to what he loved the best. അതായത് aggressive, normal എന്ന് പുള്ളി പറയും. വേറെ ആൾക്കാർ എഗ്രി ചെയ്യുന്നില്ല. Even his children say he is overworking. But I think അങ്ങനെയല്ല. If you are able to continue the same lifestyle with which you came for a problem, at least go back to that and gently, നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഹുസൈൻ ബോൾട്ടിന് അത്ര റിസർവ് ദൈവം കൊടുത്തിട്ടുണ്ട്, നമുക്കുണ്ട്. We can always try and achieve that, provided നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരണം. Then it happens. So it is achievable for everybody. So MICS കഴിയുമ്പോൾ നമ്മൾ 1 week വരെ or 5 days to 7 days is a hospital stay. അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ നമ്മൾ ഫസ്റ്റ് വീക്കിലാണ്. Then we see after a month. അന്നേരത്തേക്ക് ഓൾമോസ്റ്റ് all our patients are back to full speed as ഓപ്പറേഷന് മുന്നേ. Then the follow-up is either 3 or 6 months. Basically ഡോക്ടറിനെ കാണുന്നത് ഈ റിമൈൻഡർ ഓഫ് ദ ലൈഫ് സ്റ്റൈലാണ്. ആക്ച്വലി doctors remind the patient that kindly take care of your heart by spending time on some physical activity. നമ്മൾ ഡയറ്റ് വാച്ച് ചെയ്യുന്നു, നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ 3 ഐറ്റംസിനെ ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Now the heart blocks ഉണ്ടാവുന്ന പല കാരണങ്ങളാലാണ്, but science still says 3 diseases: ഷുഗർ, പ്രഷർ ആൻഡ് കൊളസ്ട്രോൾ. ഇതിന് മാത്രമേ മരുന്നുകളുള്ളൂ. ബാക്കിയെല്ലാം
നമ്മുടെ മോഡിഫിക്കേഷൻസ് ആണ്. ഡോണ്ട് സ്മോക്ക്, ആൽക്കഹോൾ മിനിമൽ ഓർ നോ, വാച്ച് യുവർ ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, വെയ്റ്റ്, ഇതെല്ലാം നമ്മൾ എന്താ പറയുക മോഡിഫൈ ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം. ഈ ട്രീറ്റ് ചെയ്യുന്ന ഈ 3 ഐറ്റംസേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ദ ഡോക്ടർ ആക്ച്വലി ഹെൽപ്സ് ദ പേഷ്യൻറ്റ് വിത്ത്. കൺട്രോൾ ഇസ് കൊളസ്ട്രോൾ, കൺട്രോൾ ഇസ് ഷുഗർ, കൺട്രോൾ ഇസ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഐ തിങ്ക് ഫോളോ അപ്പ് ഈസ് ഗുഡ് on a long-term basis, but I think each person is his own doctor. എനിക്കറിയാം എൻ്റെ ഷുഗർ കൺട്രോൾ അല്ല, എനിക്കറിയാം എൻ്റെ കൊളസ്ട്രോൾ കൺട്രോൾ അല്ല, എൻ്റെ BP കൺട്രോൾ അല്ല. So the doctor will just tell me, but I have to do it. So I think each person is his own doctor once he fixes that problem which led him to a surgery.